നമ്മുടെ രഥം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനെ മുക്തമാക്കാൻ നമുക്ക് കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുണ്ട്. ശേഷം ഞാൻ സമവസ്ഥയിൽ യുദ്ധം നടത്തുന്നതായിരിക്കും. ഇപ്പോൾ നീ പ്രഹരിച്ചാൽ ചരിത്രം നിന്നെ ഒരിക്കലും മഹാനായി പ്രഹരിക്കുകയില്ല, മറിച്ച് ഒരു ഭീരുവായി അലങ്കരിക്കുകയുള്ളൂ. എന്തിനാണ് കർണ, എന്തിനാ നീ എന്നെ ഇത്രയും വെറുക്കുന്നത്? അർജുന, ഞാൻ ദുര്യോധനന്റെ വിശ്വസ്തനായിരുന്നില്ല. അവൻ എന്നെ ഒരു സിംഹാസനം നൽകി. എങ്കിലും നിന്റെ പ്രതിയൂപം തന്നെയാണ് ഞങ്ങളെ ബന്ധിപ്പിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ വെറുപ്പിനുള്ളിലും ഞാൻ എൻ്റെ അവകാശമാണ് വിശ്വസിക്കുന്നത്. കാരണം നീ ഒരു മഹാനായ യോദ്ധാവ്, പക്ഷേ നിന്റെ ക്രോധവും നിന്റെ അഹങ്കാരവും നിന്റെ ഹൃദയത്തിനെ മൂടിയിരിക്കും. ഇത് അധർമ്മമല്ല, ഇത് കർമ്മഫലം. ഭീമ, നീ ശക്തിശാലിയായിരിക്കും, പക്ഷെ ഈ യുദ്ധം ഞാൻ ചെയ്യും. ദുര്യോധന, നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നിനക്ക് ധർമ്മമില്ല. ഈ ദിനം നിനക്കിന്ന് അവസാനമാണ്. ഭീമ, ഇത് മതി. അവൻ വീണതിന് ശാന്തി കിട്ടട്ടെ. ഒരു യോദ്ധാവിൻ്റെയും അവസാനം വിജയത്തിലോ പരാജയത്തിലോ അധികമാണെന്ന് അറിഞ്ഞിരിക്കട്ടെ. പ്രിയമിത്രമേ, എൻ്റെ സഹോദരന്മാർ മരിച്ചു, കർണൻ മരിച്ചു. ഞാൻ പാണ്ഡവരെ വിജയിക്കാൻ സമ്മതിക്കരുത്. എന്റെ പ്രിയമിത്രമേ, ശ്രമിക്കുന്നു. പാണ്ഡവരുടെ വിജയം ഈ ഭൂമിയിൽ ഞാൻ അനുവദിക്കില്ല. അവരുടെ അന്ത്യം എന്റെ കൈകളാൽ. അശ്വത്ഥാമ, ഇങ്ങനെ ദേഷ്യത്തിന് തീയിൽ കത്തുന്നത് എന്തിന്? നീയും കാണുന്നില്ലയോ? നീ എന്റെ പിതാവിനോട് മഹത്തായ കള്ളം പറഞ്ഞു, വഞ്ചിച്ചു കൊന്നു. നീ അദ്ദേഹത്തെ ആയുധം ചുമക്കാതെ ഇരിക്കാൻ ചതിച്ചു. നിന്റെ കപട നടിപ്പോൾ അദ്ദേഹത്തെ കൊന്നിരിക്കുകയാണ്. നിങ്ങളുടെ പിതാവ് മഹാനായ ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്നാൽ അദ്ദേഹം അധർമ്മത്തിന്റെ പാത ദുര്യോധനോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹത്തിന്റെ യുധിഷ്ഠിര, ധർമ്മത്തെക്കുറിച്ച് എന്നോട് പറയണ്ട. നീ കപട നടിയിലൂടെ എന്റെ പിതാവിനെ കൊന്നു. ഇപ്പോൾ അതിനെ നീതീകരിക്കാൻ ശ്രമിക്കരുത്. പാണ്ഡവന്മാർ കൗരവന്മാരിൽ നിന്നും തുലോം ശ്രേഷ്ഠരല്ല. അശ്വത്ഥാമ, ഈ യുദ്ധം നമ്മെ മുഴുവൻ നശിപ്പിച്ചു. ഇന്നുമെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടു, പ്രതികാരത്തിന് വേണ്ടി ബാക്കിയുള്ള മാനത്തെയും നശിപ്പിക്കരുത്. മാനമോ? എന്റെ പിതാവ് മരിച്ചു കിടക്കുമ്പോൾ നീ മാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു? ഇല്ല യുധിഷ്ഠിര, ഞാൻ കലാശിക്കും മുമ്പ് നീയും എന്റെ വേദന അനുഭവിക്കേണ്ടിയിരിക്കും. കൃഷ്ണ, ഈ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ എന്റെ വേദനയും പ്രതികാരമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അശ്വത്ഥാമ, നീ യുദ്ധത്തിന്റെ വിശുദ്ധ നിയമങ്ങൾ ലംഘിച്ചു.
ബ്രഹ്മാസ്ത്രം കോപത്തിൽ പ്രയോഗിക്കേണ്ട ആയുധമല്ല. നീ പ്രതികാരം തേടി ലോകം മുഴുവനും നശിപ്പിക്കാൻ ഇടവരുത്തരുത്. ഉത്തരയുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെ നീ വധിക്കാൻ ശ്രമിച്ചു. നിന്റെ ക്രോധം നിന്നെ അന്ധനാക്കിയിരിക്കുന്നു. ആയതിനാൽ അശ്വത്ഥാമ, നിന്നെ ഞാൻ ശപിക്കുന്നു. ഒരു പാഠമാകട്ടെ, പ്രതികാരം ഒരിക്കലും ഗുണം ചെയ്യും. മാധവ, നാം സഞ്ചരിച്ചത് ധർമ്മത്തിന്റെ പാതയിലൂടെയായിരുന്നു. विनाशाय च दुष्कृता